ചരിത്രത്തിൽ ദുഃഖവർഷം എന്ന് പറയുന്ന ഒരു വർഷം ഉണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ 10ാം വർഷമാണ്. അവിടത്തേക്ക് പ്രബോധനത്തിന് വല്ലാതെ താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവിയും തൊട്ടടുത്ത ദിവസം തന്നെ അബൂ ത്വാലിബും വിട പറഞ്ഞപ്പോ വല്ലാതെ സങ്കടപ്പെട്ടു. ആ സങ്കടം തീർക്കുന്നതിന് വേണ്ടിയാണ് തൊട്ടടുത്ത റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷം നൽകുന്ന, പ്രത്യേകിച്ച് അല്ലാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഖം ആസ്വദിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ എത്ര വിഷമങ്ങൾ, കടുത്ത വിഷമങ്ങൾ, പ്രതിസന്ധികൾ അതിന് ശേഷമുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുകൾ തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് അപ്പോഴൊന്നും മിഅ്റാജ് കൊണ്ടുപോയില്ലല്ലോ എന്നൊരു ചോദ്യം അവിടെ ഇമാമിയങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയും അവർ തന്നെ പറയുന്നുണ്ട്. കാരണം ഇത്ര വലിയൊരു വിഷമഘട്ടത്തിൽ ചരിത്രകാരന്മാരെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് വിശേഷിപ്പിച്ച അത്രയും വലിയ വിഷമം നേരിട്ട ആ സമയത്ത് ഹബീബായ തങ്ങളെ മിഅ്റാജ് കൊണ്ടുപോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നൽകിയ സമ്മാനം നിസ്കാരമാണ്. 5 വക്ത് നിസ്കാരം. നമുക്കറിയാം, അതിന്റെ വിശദമായ ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഹദീസുകളിലേക്കോ ഒന്നും ഞാൻ പോകുകയില്ല. ആ ഏറ്റവും സന്തോഷം നൽകുന്ന സമ്മാനമായ നിസ്കാരം നൽകിയിട്ട് അതുമായിട്ടാണ് ആ മിഅ്റാജിൽ അല്ലാഹുവിന്റെ റസൂൽ മടങ്ങി വരുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇമാമികൾ നമ്മളോട് സംസാരിക്കുന്നത്. ഏത് ദുഃഖവേളയിൽ, വലിയ സങ്കടപ്പെടുന്ന സമയങ്ങളിൽ വുദൂ എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ സങ്കടം പോകും. ഏത് വിഷമഘട്ടങ്ങളിലും ആ വിഷമം തീർക്കാനുള്ള ഒരു പരിഹാരമായിട്ടാണ് നിസ്കാരം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വിഷമഘട്ടങ്ങളിലൊക്കെ ഏറ്റവും വലിയൊരു വിഷമുണ്ടായ സമയമാണ്, നമുക്കൊക്കെ അറിയാം, ചരിത്രത്തിൽ തുല്യതയില്ലാതെ നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. 313 വരുന്ന സ്വഹാബികൾ മാത്രമാണുള്ളത്. മറ്റൊരു സൗകര്യങ്ങളുമില്ല. ചെറിയ ആയുധങ്ങൾ, ചെറിയ സൗകര്യങ്ങൾ, ആ ഭക്ഷണം കഴിക്കാത്ത, പട്ടിണി കിടന്ന് നോമ്പെടുത്ത ആ സ്വഹാബികൾ അവിടെ എങ്ങാനും പരാജയപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പോലൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, മുത്തുനബി സുജൂദിൽ കിടന്ന് ദുആ ചെയ്തത്, പടച്ചവനെ ഈ ചെറിയ സംഘത്തെ നീ എങ്ങാനും ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാക്കുകയാണെങ്കിൽ, ഈ യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ പടച്ചവനെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഈ ഭൂലോകത്ത് മറ്റൊരാളും ശേഷിക്കുകയില്ല എന്ന് അത്രയും കടുത്ത പ്രതിസന്ധി നേരിട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് 2 റക്അത്ത് ആ യുദ്ധക്കളത്തിൽ വെച്ച് മുത്തുനബി നിസ്കരിച്ചത് ഇമാം സുയൂത്തി അവിടുത്തെ ഖസായിസുൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിഷമഘട്ടങ്ങളിൽ അതിൽ നിന്നുള്ള പരിഹാരമായിട്ടാണ് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അഖിമിസ് സ്വലാത്ത യാ ബിലാൽ, ബിലാലേ നിസ്കാരത്തിന് ഇഖാമത്തോടുകൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശേഷം മുത്തുനബി പറയുന്ന ഒരു വാക്കുണ്ട് സ്ഥിരമായിട്ട്, അരിഹിനാ ബിസ്വലാ, നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം തരൂ, ഞങ്ങളെ റാഹത്താക്കൂ ബിലാലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി കൽപ്പിക്കാറുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ മിഅ്റാജ് വരുമ്പോഴും നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ നിസ്കാരത്തിനെ കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തണം. എത്രത്തോളം 5 വക്ത് നിസ്കാരത്തിൽ നമ്മൾ കൃത്യനിഷ്ഠത പുലർത്തുന്നുണ്ട്, എവിടെയൊക്കെ മുടങ്ങി പോകുന്നുണ്ട്, എത്ര കാലം നിസ്കാരം ഖളായി പോയിട്ടുണ്ട്, അതെല്ലാം നികത്താനും അതൊക്കെ ഓർത്തെടുത്ത് പരിഹരിക്കാനും ഇനിയുള്ള കാലങ്ങളിൽ കൃത്യമായി നിസ്കാരം നിർവഹിക്കാനുമുള്ള പ്രചോദനമായിരിക്കണം ഓരോ മിഅ്റാജിന്റെയും കടന്നുവരവ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മുദ്ദസ്സിറിന്റെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് പറയുന്നുണ്ട്, മാ സലകകും ഫീ സഖർ, നരകത്തിൽ കടന്ന വലിയൊരു വിഭാഗം ആളുകളിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ സലകകും ഫീ സഖർ, എന്താ നിങ്ങൾ നരകത്തിൽ കടന്നത്, നിങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താണ്? അതിന് മറുപടിയായിട്ട് അവർ പറയുന്നത്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിസ്കരിക്കാറില്ലായിരുന്നു, നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ കഠിന കഠോരമായ
വരുന്നത് എന്ന് നരകത്തിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ പറയുമെന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിസ്കാരമാണ് ഒരു മുസ്ലിമിന്റെയും ഒരു കാഫിറിന്റെയും ഒരു അമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണെന്ന് ഇമാം തൊബ്രാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത് കാണാം. മുസ്നദ് ശാമിഇ അതിനോട് സമാനമായ ഹദീസുകൾ കാണാൻ കഴിയും. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഒഴിവായി പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതോടുകൂടെ തന്നെ മിഅ്റാജിന്റെ ദിനത്തിന്റെ അന്ന് അടുത്ത ചൊവ്വാഴ്ച പകലിലുള്ള നോമ്പ് എല്ലാ ഇമാമികളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ സുന്നത്താണെന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് കാണാൻ കഴിയും. ഈ ആനത്ത് ത്വാലിബീനിൽ അത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു റഹീം തങ്ങൾ സ്വഹാബൽ കുബറയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം സുലൈമാൻ ജബൽ തങ്ങൾ അവിടുത്തെ ഹശീസുൽ ജബലിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ഇമാമികൾ അത് സുന്നത്താണെന്ന് പറയുന്നുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ സ്വല്ല യൗമ സബ്ഇ ഇശ്രീന മിൻ റജബ് റജബ് 27 അന്ന് മൻ സാമ ഒരാള് റജബ് 27 പകലിൽ നോമ്പെടുത്താൽ കതബല്ലാഹു ലഹു അല്ലാഹു അവനെ എഴുതുന്നത് സിയാമ 60 ശഹ്റാ 60 മാസം കണ്ടിന്യൂയായിട്ട് നോമ്പെടുത്തതിന്റെ ഫലമാണ് അവന് ലഭിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നോമ്പ് ഒരിക്കലും നമ്മുടെ സുന്നത്താണെന്ന് കരുതി അത് ഒഴിവായി പോകരുത്. നമ്മുടെ ഫർദ് നോമ്പുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാനും അതിനുള്ള പ്രശ്നങ്ങൾ ന്യൂനതകളൊക്കെ പരിഹരിക്കാനും ഒക്കെയുള്ള മാർഗങ്ങളാണ് സുന്നത്ത് നോമ്പുകൾ എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായ ഒരു രൂപം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം ഒരു ഹദീസിൽ കാണാം. ജമാഅത്തിന് വന്നിട്ട് ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാം കെട്ടിയ ഉടനെ തന്നെ കെട്ടാത്ത ആള് എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാരമായി കണ്ട ആൾക്ക് നീ എങ്ങാനും മുസാഫഹത്ത് ചെയ്താൽ അതിന്റെ പേരിൽ നീ കൈ കഴുകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ തഹാവുന് ഒരു നിസ്സാരമായി കാണൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ നിസ്കാരങ്ങൾ 5 വക്ത് ഫർദ് നിസ്കാരം ഒരു കുഴപ്പമില്ലാതെ അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദിക്കുമ്പോ അതിൽ നമ്മൾ പെട്ടുപോകാതെ നല്ല സന്തോഷത്തോടുകൂടി അതിന് മറുപടി പറയാൻ കഴിയണം. ആ രൂപത്തിൽ കൃത്യമായി നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കളെ, നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നിസ്കരിക്കുന്നവരാക്കി അല്ലാഹു വളർത്തി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.